എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. പുതിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെയായി ഒരു പുതിയ തുടക്കം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ക്രിയാത്മകമായ ദിവസവും ആഴ്ചയും ഒക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിശദീകരണം ഇന്നുണ്ടാകുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിലുള്ള വിശദമായ ചർച്ച ഇന്ന് ആരംഭിക്കുകയാണ്. മറ്റൊന്ന് ഓപ്പറേഷൻ ധർമ്മസ്ഥലയാണ്. എത്രയോ നാളുകളായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ധർമ്മസ്ഥലയിലെ വാർത്തകൾ എത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ധർമ്മസ്ഥലയിലെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി നേരിട്ട് പരിശോധനകൾ ആരംഭിക്കുകയാണ്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ദുരൂഹതകൾ, നിഗൂഢതകൾ നീക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. വിശദമായ പരിശോധന തുടങ്ങുകയാണ്. മഴയുടെ ശക്തി അല്പം കുറയുന്നുണ്ട്. പക്ഷേ മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലും നദികളുടെ തീരത്തുമൊക്കെ ജാഗ്രത ഇനിയും വേണം. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ചുട്ട മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ന് പാർലമെന്റിൽ ചർച്ച തുടങ്ങും. ആദ്യം ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. പ്രധാനമന്ത്രി സംസാരിക്കും. രാജ്യസഭയിൽ ചർച്ച നാളെ. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധർമ്മസ്ഥലയിൽ ഇന്ന് നിർണായക ദിനം. പ്രത്യേക അന്വേഷണ സംഘം തുടർ നീക്കങ്ങളിലേക്ക്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർണ്ണമായി. പ്രദേശം SITയുടെ നിരീക്ഷണത്തിൽ. പത്തനംതിട്ട കോയിപ്രത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മൂന്നാമത്തെ ആളെ കണ്ടെത്തിയില്ല. തിരുവല്ല സ്വദേശിക്കായി തെരച്ചിൽ തുടരുന്നു. 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം ദേശീയപാത തുറക്കാൻ വൈകും. മണ്ണ് നീക്കം കാലാവസ്ഥ അനുകൂലമായ ശേഷം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ഭീതി പരത്തുന്ന PT5 എന്ന ചുരുളിക്കൊമ്പനെ ചികിത്സിക്കാൻ മയക്കുവെടി വെച്ച് പിടികൂടും. ദൗത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ. മരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി പിടികൂടാനുള്ള ശ്രമം വിഫലം. ആനയുള്ളത് മലമ്പുഴ ഭാഗത്ത്. ഒടുവിൽ വ്യാപാര കരാറിൽ ധാരണ. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ധാരണ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ. സ്കോട്ട്ലൻഡിൽ കൂടിക്കാഴ്ച നടത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലൈനും. കരാറിലെത്തുന്നത് നീണ്ട ചർച്ചയ്ക്കൊടുവിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കമാവുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചേക്കും. അതേസമയം കോൺഗ്രസ് നിരയിൽ നിന്ന് ശശി തരൂർ സംസാരിച്ചേക്കില്ല. തരൂരിന് അത്തരമൊരു നിർദ്ദേശം ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ല എന്നാണ് വിവരം. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പല വിവരങ്ങളും പലർക്കും അറിയാം. അത് വിദേശത്തു നിന്നടക്കം പലരും റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുണ്ട്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സേനാ മേധാവികൾ നൽകിയ വിശദീകരണങ്ങൾക്കപ്പുറം സർക്കാർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അഭിമാനത്തോടെ നേട്ടമായി പറയുന്നതിനപ്പുറം എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ, നമുക്കെന്ത് നേടാൻ കഴിഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, എങ്ങനെയൊക്കെയാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളിലേക്ക് കടക്കുകയാണ് പാർലമെന്റ്. കാരണം സഭാ സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച വിവിധ വിഷയങ്ങൾ കൊണ്ട് തന്നെ സഭ പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2ാം ആഴ്ച ആരംഭിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം തന്നെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ് രാജ്യസഭയും ലോക്സഭയും. ലോക്സഭയിലാണ് ഇന്ന് ചർച്ചയ്ക്ക് തുടക്കമാകുന്നത്. ഏതാണ്ട് 16 മണിക്കൂർ
ചർച്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയായിരിക്കും ചർച്ചയ്ക്ക് നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ചയിൽ സംസാരിക്കണം, ഒപ്പം തന്നെ വിശദീകരണം നൽകണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കാരണം ആദ്യം മുതൽ അവർ ഉന്നയിക്കുന്നതാണ് പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളത്. ഏതായാലും ചർച്ച നയിക്കുക രാജ്നാഥ് സിംഗ് ആണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുമെന്നിപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് തന്നെ താനാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് നയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവകാശവാദമായി അന്ന് രംഗത്ത് വന്നിരുന്നു. സർക്കാർ അക്കാര്യം നിഷേധിച്ചതാണ്. കാരണം ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് തന്നെ മൂന്നാം കക്ഷിയെ ഇടപെടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ സർക്കാർ അക്കാര്യം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് പിന്നീട് പലപ്പോഴായി അക്കാര്യം ആവർത്തിക്കുന്നത് കണ്ടു. 22 തവണ ഈ കാര്യം ഉന്നയിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച മല്ലികാർജുൻ ഖർഗെ രാജ്യസഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഏതായാലും ഈ ഏറ്റവും ഒടുവിലും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മധ്യസ്ഥശ്രമം താൻ കാരണമാണ് ഉണ്ടായത് എന്ന പ്രതികരണം ട്രംപ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം അക്കാര്യം കൂടി ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ചില പ്രതിപക്ഷ നിരയിലെ നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെ നാശനഷ്ടം സംഭവിച്ചു, ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദിച്ചതാണ്. അന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പിന്നീട് ഒരു വിദേശ മാധ്യമത്തിന് സംയുക്ത സേനാ മേധാവി തന്നെ നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ചില കാര്യങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. അങ്ങനെ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു പോരിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ള കാര്യം നിർണായകമാണ്. പ്രത്യേകിച്ച് ഇത് വലിയ ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി തന്നെ സർക്കാർ ഉയർത്തിക്കാട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ അവിടെ നടന്ന പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്ക് അത്തരമൊരു നീക്കം ഇന്ത്യക്കെതിരെ നടത്താൻ കഴിയില്ലെന്നടക്കമുള്ള പരാമർശങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. മറിച്ച് പ്രതിപക്ഷ നിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ശശി തരൂർ സംസാരിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കാരണം അത്തരമൊരു ആവശ്യം തരൂർ പാർട്ടിക്ക് മുമ്പാകെ വെച്ചിട്ടില്ല. മറിച്ച് പാർട്ടിയും തരൂരിനോട് പ്രസംഗിക്കണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ തന്നെയാണ് തരൂരും പാർട്ടിയും തമ്മിലുള്ള ഭിന്നത അത് രൂക്ഷമായത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നൽകിയ പട്ടികയിൽ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കേന്ദ്രം ഉൾപ്പെടുത്തി. അതിനുശേഷം ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോഴും ശശി തരൂർ ഈ വിഷയത്തിൽ നിർണായകമായ നയതന്ത്ര ദൗത്യത്തിൽ അടക്കം ഉൾപ്പെട്ടയാളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയി ഈ വിഷയം സംസാരിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നത് ക്ഷീണമാവില്ല. പ്രത്യേകിച്ച് BJP ബാന്ധവത്തിന്റെ കാര്യത്തിലൊക്കെ തരൂർ ഒരു നിലപാട് വ്യക്തമാക്കിയെന്ന സൂചനകളൊക്കെ മറുവശത്ത് വരുന്നുണ്ട്. കോൺഗ്രസ് വിട്ട് തരൂർ എവിടേക്കുമില്ല എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പാർലമെന്റിൽ തരൂരിനൊപ്പം നിൽക്കേണ്ടത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആവശ്യമല്ലേ? ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ചീത്തപ്പേര് കൂടി കോൺഗ്രസിന് വരില്ലേ? അതെ ശ്രീജ, അങ്ങനെയാണെങ്കിൽ അത് വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദൗത്യ സംഘത്തിന്റെ പ്രധാനപ്പെട്ട സംഘത്തെ തന്നെ നയിച്ച് ശശി തരൂരായിരുന്നു. പ്രത്യേകിച്ച് US അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ദൗത്യ സംഘവുമായി പോയത് ശശി തരൂരാണ്. അവിടെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത് അദ്ദേഹമാണ്. പലപ്പോഴും ശശി തരൂർ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യമാണ് പ്രധാനം എന്ന കാര്യം തരൂർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഇത്തരമൊരു ഘട്ടത്തിൽ ശശി തരൂരിനെ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് സംസാരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. മാത്രമല്ല തരൂരും പാർട്ടിയും തമ്മിൽ നിലവിലുണ്ടായിരിക്കുന്ന ഭിന്നത കൂടുതൽ ശക്തമാകാൻ മാത്രമേ അത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അന്തിമ പട്ടിക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ് ആരൊക്കെ സംസാരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ ലഭിക്കുന്ന
ലഭിക്കുന്ന വിവരമനുസരിച്ച് ശശി തരൂർ ഉണ്ടായേക്കില്ല. ശശി തരൂർ അത്തരമൊരു ആവശ്യം അവിടെ മുന്നോട്ട് വെച്ചിട്ടില്ല. പാർട്ടിയും സംസാരിക്കണം തരൂരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ചർച്ചകൾക്ക് തുടക്കമിടുക രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കാരണം മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ അന്ന് 2023 ചർച്ചകൾക്ക് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു. അല്ലെങ്കിൽ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ചർച്ച നയിക്കുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഔദ്യോഗികമായി സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ രാജ്യവും കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷം അതിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ലോക്സഭയിലേക്ക് തന്നെ ഉറ്റുനോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ധർമ്മസ്ഥലയിൽ ഇന്ന് നിർണായക ദിനമാണ്. കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായതോടെ SIT തുടർ നടപടികളിലേക്ക് കടക്കും. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെയും തൊഴിലാളി ആവർത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. ഇന്നത്തെ നീക്കങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. നമ്മളെ സംബന്ധിച്ചും ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നമ്മൾ നിരന്തരം ഈ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെയും ഒരു അനക്കമുണ്ടാകുന്നില്ല എന്നതായിരുന്നു ആശങ്കപ്പെടുത്തിയ ഒരു വിഷയം. അതിനൊടുവിൽ അവസാനം ധർമ്മസ്ഥലയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നത് തന്നെ നിർണായകമായ ഒരു മൂവാണ്. എന്തൊക്കെ തരത്തിലാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ ഈ അന്വേഷണ സംഘം? ആദ്യം പരിശോധനയാണോ? എങ്ങനെയാണ്? നമുക്കറിയാവുന്നത് വെച്ച് എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സുപ്രധാന നീക്കങ്ങളായിരിക്കും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലം, അതായത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ സ്ഥലം പരിശോധിക്കുക, അത് തന്നെയാണ് ഇന്ന് SITയുടെ നീക്കവും. എന്തായാലും ഇതിന് സാങ്കേതിക നടപടികൾ ഒരുപാട് പൂർത്തിയാക്കാനുണ്ട്. ഇത് വനമേഖലയാണ്. അതുകൂടാതെ RDOയുടെ സാന്നിധ്യം വേണം. അതുമാത്രമല്ല മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാകണം. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അതിനിടയിൽ തന്നെ ഇന്നലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. 15 മണിക്കൂറാണ് ഇയാളുടെ മൊഴിയെടുക്കൽ നടന്നത്. ഇത് പൂർണ്ണമായും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ മൊഴിയെടുക്കൽ നടന്നത്. ഈ മൊഴിയെടുക്കലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ SITക്ക് ഇയാൾ കൈമാറിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹങ്ങൾ, എത്ര മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു, എവിടെയൊക്കെയാണ് അത് കുഴിച്ചിട്ടുള്ളത്, ആരാണ് തന്നെ ഇതിന് നിയോഗിച്ചത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സൂപ്പർവൈസർമാർ തന്നെ തനിക്ക് ഇത്തരത്തിൽ മൃതദേഹം വാഹനങ്ങളിൽ കൊണ്ടുതരും, തന്നോട് മറവ് ചെയ്യാൻ ഭീഷണിപ്പെടുത്തി, പിന്നീട് അത് മറവ് ചെയ്യും എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത്, നേരത്തെ രഹസ്യമൊഴിയായി. അത് കൃത്യമായി അവരുടെ പേരുകൾ സഹിതം ഈ SITക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളിലേക്ക് ഇന്ന് SIT കടക്കുമോ, അതും വളരെ നിർണായകമാണ്. ഏതായാലും ധർമ്മസ്ഥലയുടെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് പുറത്തെത്തിക്കാനുള്ള കൃത്യമായ നീക്കങ്ങളുമായാണ് SIT നിലവിൽ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും 4 ഉദ്യോഗസ്ഥരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ധർമ്മസ്ഥലയിലും മംഗളൂരുവിലുമായി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കൂടുതൽ അംഗങ്ങൾ ധർമ്മസ്ഥലയിൽ എത്തുന്നതാണ് ഏറ്റവും പ്രധാനം. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇന്നുണ്ടാകും. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം അത് SITയുടെ നീക്കം വളരെ സുപ്രധാനം തന്നെയാണ്. ഈ പ്രദേശം ഇന്ന് കുഴിച്ച് പരിശോധിക്കുമോ, അതല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയൊരു വിവരമുണ്ട്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക എവിടെയാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങളുള്ളത്, ആ സ്ഥലം മാത്രം കൃത്യമായി കിളച്ച് അത് പുറത്തേക്ക് എടുക്കുക. കാരണം ഇതിൽ തെളിവ് നശിക്കാൻ വളരെ സാധ്യതയുണ്ട്. വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തിയാൽ കൃത്യമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസിനെ ധർമ്മസ്ഥലയിലും ബെൽത്തങ്ങാടിയിലും ഉജിറയിലും ഈ സ്ഥലങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരം നടപടി. അത് മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം അതിപ്പോൾ SITയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശം SITയുടെ നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മളത് കണ്ടിരുന്നില്ല. വളരെ ഗൗരവമായ, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. അതിൽ
ധർമ്മസ്ഥല പോലീസ് സ്വീകരിച്ച നടപടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു അലംഭാവം തന്നെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശുചീകരണ തൊഴിലാളിക്ക് ഇത്തരത്തിൽ സുരക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ ധർമ്മസ്ഥല പോലീസ് അന്ന് തയ്യാറായിരുന്നില്ല. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. പൂർണ്ണമായും 15 മണിക്കൂർ ക്യാമറ റെക്കോർഡിങ്ങോടുകൂടി വീഡിയോ ചിത്രീകരണത്തോടു കൂടിയാണ് ഈ മൊഴിയെടുക്കൽ ഉണ്ടായത്. ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി ഇയാളുടെ മൊഴി എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. എന്തായാലും ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇനി ശുചീകരണ തൊഴിലാളിയെ ഈ സ്ഥലത്തെത്തിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹമുള്ളത് എന്നത് ഒരു കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഏതായാലും RDO ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ തന്നെ ഒരു സംഘം നേരത്തെ ബലത്തങ്ങാടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സംഘം ഈ അറിയിപ്പ് കത്ത് നൽകിയിരുന്നു ഈ സ്ഥലം പരിശോധിക്കണമെന്ന കാര്യത്തിൽ. സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഇന്ന് തെരച്ചിൽ നടക്കും. ഏതായാലും ധർമ്മസ്ഥലയിലെ ഇനി വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. നേരത്തെയൊക്കെ ഓരോ അലംഭാവം ഉണ്ടാകുമ്പോഴും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. ഈ ഓരോ അമ്മമാരുടെയും അതുപോലെ തന്നെ അവിടെ കണ്ണീർ വീണ ഓരോ ആളുകളുടെയും അവരുടെ സങ്കടങ്ങൾ അത് പുറത്തേക്ക് എത്തിക്കുന്നതും ന്യൂസ് 18 ആയിരുന്നു. ആദ്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആയിരുന്നു. പിന്നീട് ഓരോ മാധ്യമങ്ങളായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്താണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് SITയുടെ നീക്കം അതിനിർണായകമാണ്. 11 മണിയോടുകൂടി എന്താണ് ഏത് രീതിയിലാണ് SIT നീങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു വിവരം ലഭിക്കും. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നെത്തുകയാണ്. അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ച് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ മണ്ണിനടിയിൽ മൃതദേഹങ്ങളുണ്ടോ, മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ, വർഷങ്ങളായി അപ്പോൾ അവശിഷ്ടങ്ങളുണ്ടോ, എല്ലും ഒക്കെയുള്ള തരത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള നിർണായകമായ പരിശോധനയാണ് ഇന്ന് ആരംഭിക്കുക. ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ SITയുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു. നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. ഇത്രയും വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷ പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഘട്ടം വരെ എത്തുന്നത് തന്നെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയാം. അതിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ ന്യൂസ് 18 കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്. ഈ ഒരു ഘട്ടം വരെ പോലും എത്തുക എന്നത് എത്രയോ കാലമായി ധർമ്മസ്ഥലയെ സംബന്ധിച്ച് അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് പോകാം. പത്തനംതിട്ട കോയിപ്രം നെല്ലിക്കലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മൂന്നാമത്തെ ആൾക്കായി തെരച്ചിൽ തുടരുന്നു. തിരുവല്ല സ്വദേശി ദേവ് ശങ്കറിനെയാണ് കാണാതായത്. മറ്റ് 2 പേരുടെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തിയിരുന്നു. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയ 3 പേരെ കാണാതായി എന്ന വിവരം. എപ്പോഴത്തേക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കോയിപ്രം സ്വദേശികളായ ഈ 3 യുവാക്കൾ ഫൈബർ വെള്ളത്തിൽ കോയിപ്രം നെല്ലിക്കാലയിൽ പുഞ്ചപ്പാട്ടത്ത് മീൻ പിടിക്കാൻ പോയത്. തുടർന്ന് ഇവർ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു. 2 പേർ ഈ അപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി മരിച്ച 2 പേർ എന്ന് പറയുന്നത് നെല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. മൂന്നാമതായ ദേവൻ ശങ്കറിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഇന്നലെ രാത്രിയും തെരച്ചിൽ തുടർന്നിരുന്നു. അത് രാത്രിയോട് ഏറെ വൈകിയാണ് അവസാനിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പുഞ്ചപ്പാടം ഈ പമ്പയാറിനോട് തീരത്തോട് ചേർന്നൊരു സ്ഥലമാണ്. അവിടെ വിശാലമായ ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് വെള്ളം കയറിയ ശേഷമുള്ള പ്രദേശത്താണ് ഇവർ ഫൈബർ വെള്ളത്തിൽ മീൻ പിടിക്കാനായി പോയത്. അവിടെ പുല്ലും കാടും ഒക്കെ വളം നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവർ വെള്ളം മറിഞ്ഞ് വീഴുന്നത് ദൂരെ നിന്ന് നാട്ടുകാർ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഓടിച്ചൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് സ്ഥലത്തെത്തിച്ചതിന് ശേഷമാണ് ഈ തെരച്ചിൽ നടത്തിയ ഈ 2 പേരുടെ മൃതദേഹം, രാഹുലിന്റെയും ഇതിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ട് കണ്ടെത്തിയത്. മൂന്നാമതായ ദേവശങ്കറിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഇപ്പൊ രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ആഴമുള്ള പ്രദേശമാണ്. ഈ പുല്ലും അതുപോലെ തന്നെ കാടും ഒക്കെ വളർന്നു നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ തെരച്ചിൽ വലിയ ദുർഘടമാണ്. കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ദുർഘടമാണ്. അതുകൊണ്ടാണ് രാത്രിയിലെ തിരച്ചിൽ ഫയർഫോഴ്സ് അവസാനിപ്പിച്ചിട്ട് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 പേര് ഈ അപകടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. മൂന്നാമനായുള്ള തിരച്ചിൽ ഫയർഫോഴ്സ് തുടരുകയാണ്. നാട്ടുകാരും ഒപ്പമുണ്ട്. ശ്രീജ. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഇപ്പോഴും യെല്ലോ അലർട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്,
കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ദിവസം മഴയിൽ വലിയ അപകടങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത 85ന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിലെ അവസ്ഥ. ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ആരംഭിക്കാനാകൂ എന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയതായും മണ്ണ് നീക്കാൻ എക്സ്കവേറ്ററുകളാണ് ആവശ്യമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മലയിടിച്ചിലിൽ വലിയ അളവിലാണ് മണ്ണ് റോഡിലേക്കും താഴ്ന്ന ഭാഗത്തേക്കും ഇടിഞ്ഞെത്തിയത്. അപ്പുറമിപ്പുറം കാണാനാകാത്ത വിധം റോഡിലേക്ക് മണ്ണിടിഞ്ഞു. ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് സബ് കളക്ടർ VM ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തിയതായും സബ് കളക്ടർ അറിയിച്ചു. നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിന് ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അത് സാധാരണ നമ്മുടെ JCB ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് NHAI അധികൃതർ അതിൻ്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് NHAI അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങളെടുത്തേക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2018-ലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അധികൃതരോട് പരാതി പറഞ്ഞ് മടുത്തതോടെ റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ച കാഴ്ചയിലേക്കാണ് ഇനി. കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലാണ് പാലക്കാട് പട്ടാമ്പി പാലത്തിലെ റോഡ് തകർന്നത്. 1 കൊല്ലത്തോളമായിട്ടും കുഴി അടയ്ക്കാൻ നടപടി ഉണ്ടാകാതിരിക്കുകയും നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയത്. ജീവൻ വേണമെങ്കിൽ അവനവൻ തന്നെ കുഴി അടയ്ക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലാണ് പട്ടാമ്പി പാലത്തിലെ റോഡ് തകർന്നത്. തൃത്താല ഭാഗത്തു നിന്ന് പാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്താണ് വലിയ തകർച്ചയുണ്ടായത്. സംഭവം വാർത്തയാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ അധികൃതർ താൽക്കാലികമായി കുഴിയടച്ചെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പഴയപടിയായി. ആഴത്തിലുള്ള കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം മരം കയറ്റി വന്ന ലോറി കുഴിയിൽ ചാടി ആക്സിലൊടിഞ്ഞതോടെ മണിക്കൂറുകളോളമാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായത്. ഇതിനു പുറകെ തുടരെ 2 ബൈക്കുകൾ കുഴിയിൽ ചാടി മറിഞ്ഞതോടെയാണ് കുഴിയടയ്ക്കാൻ നാട്ടുകാർ ഇറങ്ങിയത്. കൈക്കോട്ടും കൊട്ടയുമൊക്കെ സംഘടിപ്പിച്ച് കല്ലും പാറപ്പൊടിയും മെറ്റിലുമൊക്കെയിട്ട് കുഴികൾ അടച്ചു. അധികൃതരെ കാത്തിരിക്കാതെ ജീവൻ വേണമെങ്കിൽ അവനവൻ തന്നെ കുഴിയടയ്ക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങള് ഒരു ബൈക്ക് വീണ് അത് പൊട്ടിയിട്ട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ വേറെ ബൈക്ക് വീണു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെന്ന് മൊത്തം ഇവിടെ കിടക്കുന്ന മെറ്റലും അതേപോലെ കോറി വേസ്റ്റും ബേബി മെറ്റലൊക്കെ കൂടിയിട്ട് ഇവിടെ ഉള്ള ഈ കുണ്ട് താൽക്കാലികമായി തോർത്തുണ്ട്. ഇത് ഞങ്ങള് നാട്ടുകാർക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി ചെയ്തതാ. പട്ടാമ്പി മുതൽ കൂട്ടനാട് വരെ ഇതന്നെ അവസ്ഥ. അപ്പോ ജനങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും PWD അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടപ്പെട്ട ഇതിന്റെ അർഹതപ്പെട്ട അതായത് ഇതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ചെയ്യില്ല. നമ്മുടെ മുന്നിലെ കുഴികൾ നമ്മൾ തോർക്കുക. എന്നാലേ ജനങ്ങൾക്ക് ഇതിനെ യാത്ര സുഖമായി ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രിയടക്കമുള്ള ജനപ്രതിനിധികൾ നിത്യേന സഞ്ചരിക്കുന്ന പാതയിലാണ് അപകട കുഴികളുള്ളത്. അധികൃതരോട് പരാതി പറഞ്ഞ് മടുത്തതോടെയാണ് നാട്ടുകാർ കുഴിയടയ്ക്കാൻ ഇറങ്ങിയത്. ഇതിപ്പോ നമ്മളിപ്പോ ഗവൺമെന്റോ അല്ലെങ്കിൽ PWO അവരൊക്കെ നോക്കി ഇപ്പൊ നടക്കുന്ന കാര്യക്കാരൻ മഴക്കാരാണ്. നമ്മൾ നാട്ടുകാർ ഇപ്പൊ ഈ പ്രദേശത്ത് ഞങ്ങൾ തോർത്ത് അതേമാതിരി മറ്റുള്ള പ്രദേശങ്ങൾ അതായ നാട്ടുകാരൊന്ന് രംഗത്തേക്ക് ഇറങ്ങിയ ഒരു 2-3 ദിവസത്തിന് ജനങ്ങൾക്കൊരു സൗകര്യമാവും എന്നാണ് നമുക്കത് പറയാനുള്ളത്. എന്തായാലും റോഡ് പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഈ മഴക്കാലം കഴിഞ്ഞാൽ റോഡിന്റെ കുണ്ടുകളെല്ലാം തൂർക്കും. ഇപ്പോ വർഷക്കാലമാണ്. വർഷക്കാലത്ത് ഇപ്പൊ നമ്മളിപ്പോ എത്ര പൈസ ചെലവാക്കിയാലും പിന്നീട് അത് വീണ്ടും പഴയ റോഡിൽ തന്നെ ആവുള്ളൂ. അപ്പൊ വേനലിൽ വന്നാൽ തന്നെ റോഡ് പണി നടക്കുള്ളൂ, അല്ലാതെ റോഡ് നടക്കില്ല. വെള്ളപ്പൊക്കത്തിൽ പട്ടാമ്പി പാലത്തിന്റെ നടുഭാഗവും റോഡിന്റെ പ്രതലവും തകർന്നിട്ടുണ്ട്.
ഭാരവാഹനങ്ങൾ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം കുലുങ്ങുന്നത് തകർച്ചയ്ക്കിടയാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കുഴികൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ചുരുളിക്കൊമ്പൻ എന്ന PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ. കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണിന് പരിക്കേറ്റ ചുരുളിക്കൊമ്പനെ പിടികൂടാനുള്ള മിഷൻ PT5 ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങും. കഴിഞ്ഞ ദിവസമാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാൻ അനുമതി നൽകിയത്. ചികിത്സയുടെ ഭാഗമായി മരുന്ന് കലർത്തിയ പഴങ്ങൾ ആന ഭക്ഷിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഫലം കാണാതെ വന്നതോടെയാണ് പിടികൂടി ചികിത്സിക്കാനുള്ള നീക്കം. നിലവിൽ ആന മലമ്പുഴ, പന്നിമട, മാന്തുരുത്തി പ്രദേശത്താണുള്ളത്. അനുകൂലമായ മേഖലയിൽ ആനയെ എത്തിച്ച് ദൗത്യം നടത്താനാണ് നീക്കം. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ ഇന്നലെ ചരിഞ്ഞ കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതായി വനംവകുപ്പ് അറിയിച്ചു. ഫോറസ്റ്റ് വെറ്ററിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്ത് വെച്ചായിരുന്നു കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ. ആനയുടെ വിവിധ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലാബുകളിലേക്ക് അയച്ചതായും വനംവകുപ്പ് വ്യക്തമാക്കി. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ പുൽമേട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾക്കിടെ ആന ചരിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഫോറസ്റ്റ് വെറ്ററിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്തായിരുന്നു പോസ്റ്റ്മോർട്ടം. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലാബുകളിലേക്ക് അയച്ചതായി വനം വകുപ്പ് വ്യക്തമാക്കി. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പം അതിന്റെ വിവിധ ആന്തരികാവയവങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ മരണകാരണം കണ്ടെത്തുന്നതിന് വേണ്ടി. ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. കൂടുതൽ കാരണങ്ങൾ പരിശോധനയ്ക്ക് ശേഷം പറയാൻ കഴിയും. കുട്ടിയാനയുടെ ആന്തരികാവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായതാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. രോഗബാധയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിനിടയാക്കിയതെന്ന് അറിയണമെങ്കിൽ വിശദ പരിശോധനാ ഫലങ്ങൾ ലഭിക്കണം. കുട്ടിയാന അവശനിലയിൽ കിടന്ന സ്ഥലത്ത് 2 വലിയ ആനകൾ നിലയുറപ്പിച്ചിരുന്നു. ആനകൾ മാറിയ ശേഷമാണ് വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് 18 ഇടുക്കി. തെരുവ് നായകളെ നിയന്ത്രിക്കാൻ കർശന നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നിയമവിദ്യാർത്ഥിനി കീർത്തന സരിൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. തെരുവ് നായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനാകുമോ എന്നതിൽ സർക്കാർ നിലപാട് അറിയിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാനാകുമോ എന്നതിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിശദീകരണം നൽകും. മെയ് 31 ഹർജിക്കാരിക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തുടർന്ന് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. കൊല്ലം പുത്തൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ വീട്ടമ്മയെയും 3 വയസ്സുകാരിയെയും തെരുവുനായ ആക്രമിച്ചു. കുട്ടിയെ എടുത്തുയർത്തിയതോടെ 59-കാരിയായ വസന്തയുടെ കാലിൽ നായ കടിക്കുകയായിരുന്നു. പുത്തൂർ കരിമ്പിൻപുഴ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വസന്തയും ചെറുമകൾ ആധ്യാത്മികയും ആയിരവല്ലി ശിവക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. ആക്രമിക്കാൻ തുടങ്ങിയതോടെ വസന്ത കുട്ടിയെ എടുത്തുയർത്തി. തുടർന്ന് തെരുവുനായ വസന്തയുടെ വലതുകാലിൽ കടിക്കുകയായിരുന്നു. കുടവച്ച് നായയെ പ്രതിരോധിച്ചതായും വസന്ത പറയുന്നു. കുഞ്ഞിന്റെ പാവാടയില് പിടിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പട്ടിയാ. അവിടുന്ന് ഞാൻ കുഞ്ഞിനെ അണച്ചിഞ്ഞ് പിടിച്ചപ്പോഴത്തേന് പട്ടി വന്ന് എൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു കുടയിരുന്നു. അപ്പോൾ ഒരു കയ്യിൽ ഈ കുഞ്ഞ്, ഒരു കയ്യിൽ കുട ഇങ്ങനെ എടുത്ത് അടിച്ചപ്പോഴത്തേന് പട്ടി എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ കുടയിലങ്ങ് വലിക്കുമോ, ഞാനും ഇങ്ങനെ അങ്ങോട്ട് കവന്ന പട്ടി ഇങ്ങനെ മോന്തയ്ക്ക് കടിക്കുമോ എന്നുള്ള ഒരു ഇതിൽ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിഞ്ഞ് മാറ്റി ഞാൻ പട്ടി പിടിക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ ആ പയ്യൻ ഓടി വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വിളിച്ചു പോയി. കുഞ്ഞിനെ രക്ഷിക്കണ്ടേ, അങ്ങനെ വിളിച്ചു പോയി ഉടനെ പട്ടി ആ പയ്യൻ ഓടി വന്ന് അടിച്ചു മാറ്റിയത്. നാട്ടുകാരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വസന്തയ്ക്ക് അലർജി ഉണ്ടായിരുന്നതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിൽ പ്രതിരോധ മരുന്നുകളില്ലെന്നും പ്രദേശത്ത് ABC പ്രവർത്തനം നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 4 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈക്കൊണ്ടായ ആ ചൊറിച്ചിലേതോ അലർജി ആകാനാണ് സാധ്യത. അതിന് മെഡിസിൻ്റെ അലർജി ഉണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുന്നതിനുള്ള മരുന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. അത് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ
അതിന് പട്ടികടിയേറ്റോ അല്ലെങ്കിൽ മറ്റു വിഷാംശമൊക്കെ ഏറ്റവും അവിടെ ചെല്ലുന്നവർക്ക് എന്തെങ്കിലും ഒരു അലർജി പോലെ ഉണ്ടായാൽ അതിന് പ്രതിമരുന്ന് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. അതെ, അവർ റെഫർ ചെയ്ത് വിടുക. അത് അത്യാവശ്യം വേണ്ടുന്നതല്ലേ. ഞാനും നേരത്തെ കൊട്ടാരക്കര താലൂക്ക് വികസന സമിതിയിലെ അംഗമായിരുന്നു. ഇപ്പം ഞാൻ ഇല്ല. പക്ഷെ അത് എന്തുപോലെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കും MLA കൊണ്ട്. ഇരുവരെയും ആക്രമിച്ച് തെരുവുനായ പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയും നിരവധി വളർത്തുമൃഗങ്ങളെ കടിക്കുകയും ചെയ്തു. തെരുവുനായ ശല്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. വീണ്ടും വാർത്തകളിലേക്ക്. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചയാൾ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയുമായി ബന്ധുക്കൾ. കോഴിക്കോട് മുക്കം KMCT ആശുപത്രിക്കെതിരെയാണ് ആരോപണം. ഓട്ടോറിക്ഷ പിന്നോട്ടെടുത്തപ്പോൾ കാലിൽ തട്ടി പരിക്കേറ്റെന്ന കൊണ്ടോട്ടി പുളിക്കൽ തെരിയമ്പല സ്വദേശി കാഞ്ഞിരൻ ബഷീറാണ് മരിച്ചത്. സംഭവിച്ചത് കറക്റ്റ് എന്താ വെച്ചാൽ 5:30 മണിക്കാണ് നമ്മൾ പേഷ്യന്റിന് കൊണ്ടുകൂടെ വരുന്നത്. ഒരു ഓട്ടോ റിവേഴ്സ് വന്നിട്ട് കാലിൽ തട്ടി 5:30 മണി കറക്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി. ആ ഓട്ടോ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് പേഷ്യന്റിനെ കാഷ്വാലിറ്റി മുന്നിലെത്തി. കാഷ്വാലിറ്റിന്റെ ഉള്ളിലേക്ക് പേഷ്യന്റ് ചാടി കൊക്കി ചാടി തന്നെ ഉള്ളിലേക്ക് പോണേ. ആ പോണ സമയത്ത് കാലിന്റെ ഇവിടെ തുടന്റെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി. നമ്മൾ പുറത്താണ്. ഉള്ളിൽ കൊണ്ടുപോയ ശേഷം എക്സ്റേ എടുക്കണം, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് സംശയം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കുന്നത് എക്സ്റേ ഫിലിം ഇതാണ്. 9:30 മണിക്കാണ് ഒരു എക്സ്റേ എടുക്കുന്നത്. 9:30 മണിക്ക് എക്സ്റേ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പോർട്ടബിൾ എക്സ്റേ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ എടുക്കാൻ ഞാൻ എക്സ്റേ എടുത്ത് 9:30 മണിക്ക് എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞ് 2-3 ഫ്രാക്ചർ ഉണ്ട്, ഉള്ളിൽ പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടി നോക്കട്ടെ തന്നെ. അപ്പോഴൊക്കെ നമ്മൾ ഇവരോട് വന്നപ്പോൾ ഉള്ളു പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും സീരിയസ് ആണ് ഞങ്ങൾ ബേബിക്കോ മിംസൊക്കെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ പോയി നമ്മളോട് ഒന്നും പറയില്ല. നോക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാഫ് വന്നത് ആകെ ഇന്ന് സൺഡേ ഉണ്ട്, ആകെ ഒരു ഡോക്ടർ ഉള്ളൂ. ആ ഡോക്ടർ എല്ലാവരും നോക്കിയിട്ട് വേണം. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്ക് തന്നാ മതി. അപ്പൊ നോക്കട്ടെ പറഞ്ഞ് ഓല് ആ റൂമിലിട്ടിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഓല് എല്ലാവരും ഫോണിൽ കളിച്ചു വെച്ചിട്ട് ആ രോഗി നിന്ന് പേടിയാണ്. അപ്പൊ പൾസ് ഡൗൺ ആണ്, BP പ്രഷർ കുറവാന്നൊക്കെ പറഞ്ഞ്. എന്നാൽ നമ്മൾ അപ്പോഴും ഓലോട് പറയണ്ടേ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പേഷ്യന്റിനെ, നമുക്ക് തന്നാ മതി. ഒരു വിവരം നമുക്ക് തന്നില്ല. നമ്മൾ ഉള്ളിൽ കയറാൻ അയക്കില്ല. 9:30 മണിക്ക് എക്സ്റേ എടുത്ത് 2-3 ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് 9:45-10 പൾസ് ഇല്ല. നമ്മൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു CPR കൊടുക്കുക. അപ്പോൾ രോഗി മരിച്ചു ചെയ്ത്. ഇത് നമ്മോട് 5:30 മണിക്ക് ഇവിടെ എത്തിയിട്ട് രാത്രി 10 മണിക്ക് രോഗി മരിക്കണേ. 5:30 മണിക്ക് എത്തിയ രോഗിന്റെ ഒരു എക്സ്റേ എടുക്കാൻ അവർക്ക് ടൈം 9:30 മണിയായി. അതേസമയം പരാതിയിൽ കഴമ്പില്ലെന്നും അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ബഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ആശുപത്രിക്ക് മുന്നിൽ ഇതേ തുടർന്ന് നേരിയ സംഘർഷവും ഉണ്ടായി. വിവരങ്ങളുമായി മുക്കത്ത് നിന്ന് ഗുലാം നബി ആസാദ്. ഒരു പ്രശ്നം ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന തരത്തിലാണെങ്കിൽ 5:30 അവിടെ എത്തി ഈ രോഗിയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്റേ എടുക്കുന്നത് 9:30 ബന്ധുക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. ഈ ഇത്രയും ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു രോഗിയെ 10 മണി വരെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീജ, ഇന്നലെ വൈകിട്ട് 5:30 മണിയോട് കൂടിയാണ് ഈ ബഷീറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്, മുക്കം KMCT ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഇയാൾക്ക് ഓട്ടോറിക്ഷ പുറകോട്ടെടുത്തപ്പോൾ തട്ടി കാലിന് ചെറിയൊരു പരിക്കുമായിട്ടാണ് ഇവര് ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും ഇവര് ഈ ബന്ധുക്കൾ ആശുപത്രി അധികൃതരോടും ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, കൂടുതൽ പരിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകാം എന്ന് തങ്ങൾ ചോദിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ കുഴപ്പമില്ല, ഇവിടെ ഡോക്ടർ കുറവുണ്ടോ എന്നും കുഴപ്പമില്ല, ഇവിടെ തന്നെ ചികിത്സ നൽകാമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ മുക്കം KMCT മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തുടർന്നത്. എന്നാൽ രാത്രി വൈകിയാണ് എക്സ്റേ എടുത്തതെന്നും അതിനുശേഷമാണ് മരണപ്പെട്ടതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് സ്വയം നടന്നുപോയ ആള് മരണപ്പെട്ടു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള ചികിത്സാ പിഴവാണെന്നാണ് ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇന്നലെ രാത്രി ഇതേ തുടർന്ന് മരണത്തെ തുടർന്ന് കൂടുതൽ ആളുകൾ എത്തിയതോടെ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരുമായും മറ്റു ജീവനക്കാരുമായി ചെറിയ തോതിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ മുക്കം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം കൊണ്ടുപോകില്ല എന്നുള്ള ഒരു ബന്ധുക്കൾ ഉള്ള ഒരു അത്തരത്തിൽ പ്രതികരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ വാഴക്കാട്, മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പോലീസ് ഓട്ടോറിക്ഷ തട്ടിയ അപകടത്തിൽ ഒരു കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. മുക്കം പോലീസിൽ നിലവിൽ ഒരു ഹോസ്പിറ്റൽ അധികൃതരുടെയോ അല്ലെങ്കിൽ ഈ രോഗിയുടെയോ ബന്ധുക്കളുടെയോ പരാതി ലഭിക്കുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. ശരി.
ആസാദാണ് മുക്കുത്ത് വന്ന വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഏറെ നാളുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറായിരിക്കുന്നു. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ നിശ്ചയിച്ചാണ് അന്തിമ ധാരണയായത്. സ്കോട്ട്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയനും കരാർ വ്യവസ്ഥകൾ അന്തിമമാക്കി. ലോകത്തെ ആകെ വ്യാപാര ഇടപാടിന്റെ 1/3 US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലാണ്. അതിനാൽ തന്നെ ഈ കരാർ ട്രംപിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായിരുന്നു. 50% തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയോടെ തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. We've reached a deal on tariffs and trade with the United States. Today's deal creates certainty in uncertain times. It delivers stability and predictability for citizens and businesses on both sides of the Atlantic. This is a deal between the two largest economies in the world. We trade 1.7 trillion euros per year. Together we are a market of 800 million people, and we are nearly 44% of global GDP. Just a few weeks after the NATO summit, this is the second building block reaffirming the transatlantic partnership. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വിപണിയും തീരുവ ഒഴിവാവുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കും. ഇത് കുരുമുളകും തേയിലയും ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് മികച്ച വില നേടിത്തരുമെന്നാണ് കർഷകരുടെ വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന പെരുമ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രശസ്തമാണ്. സ്വർണത്തെ പോലെ മൂല്യം കൽപ്പിച്ചിരുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തകയ്ക്ക് വേണ്ടിയാണ് വാസ്കോഡഗാമ കടൽ കടന്ന് കേരളത്തിലെത്തിയതുപോലും. ഇന്നും കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ 4%-ലേറെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് ഇടുക്കി ജില്ലയും. UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏലം, കുരുമുളക്, തേയില എന്നിവയുടെ കച്ചവടത്തിന് ഉണർവേകുമെന്ന വിശ്വാസത്തിലാണ് ഇടുക്കിയിലെ കർഷകർ. കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കും. ഇതോടെ വില വർധനവും ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കയറ്റുമതി ചെയ്യുന്നവർക്ക് മാത്രമല്ല കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. പ്രത്യേകിച്ച് നാണ്യവിളകളുടെ കാര്യത്തിൽ. നാണ്യവിളകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏലത്തിൻ്റേതാണ്, കുരുമുളകിൻ്റേതാണ്. ഏലവും കുരുമുളകും ഒക്കെ ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ജില്ലയെന്ന നിലയിൽ അത് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. അപ്പോൾ ഭക്ഷ്യ വസ്തുക്കളുടെ സംസ്കരണം ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്നതിനും പൂർണ്ണമായും തീരുവ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കരാർ. ഇത് നിരവധിയായ കർഷകർക്ക്, പ്രത്യേകിച്ച് പൈനാപ്പിൾ അടക്കമുള്ള ഭക്ഷ്യവിളകൾ അത് സംസ്കരിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒക്കെയും ഏറെ ഗുണം ചെയ്തൊരു കരാറാണ്. UK-യിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടെ മറ്റ് യൂറോപ്യൻ വിപണികളിലും ചലനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിന്നുള്ള ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ മികച്ച മാർക്കറ്റാണ് ഉള്ളത്. തീർച്ചയായിട്ടും എക്സ്പോർട്ടിംഗ് മേഖലയിൽ വളരെയധികം വലിയൊരു നാഴികക്കല്ല് ആവുകയാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്പൈസസ് സെക്ടറിൽ ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡുള്ളതും ഹിസ്റ്റോറിക്കലി നോക്കിയാൽ തന്നെ വളരെയധികം ആവശ്യക്കാരുള്ളത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം ആവശ്യക്കാരുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടും. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എക്സ്പോർട്ടേഴ്സിനും. അത് കർഷകരിലും വലിയൊരു ഉണർവുണ്ടാക്കും. തീർച്ചയായും ഏലത്തിന്റെ പ്രധാന വിദേശ വിപണി അറേബ്യൻ രാജ്യങ്ങളാണ്. എന്നാൽ UK അടക്കമുള്ള രാജ്യങ്ങളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡാണ് ഉള്ളത്. ഇക്കാരണത്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വർദ്ധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി. ആദ്യമായി തേടിയെത്തുന്ന ഒരു കത്ത് മന്ത്രി അപ്പൂപ്പൻ്റേതായാലോ? ആ സന്തോഷത്തിലാണ് അട്ടപ്പാടി കാരറ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അനുഷ്മ. സ്കൂളിലെ കുട്ടികൾ വായനാ ദിനത്തിൽ പ്രമുഖർക്ക് എഴുതിയ കത്തിനുള്ള മറുപടികൾ ഇപ്പോൾ ഇവരെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഷ്കയ്ക്ക് ഒരു കത്തുണ്ട്. ക്ലാസ് മുറിയുടെ മുന്നിൽ വന്ന് പോസ്റ്റ്മാൻ അറിയിച്ചു.
പൊട്ടിച്ചു തുറന്നു നോക്കിയപ്പോൾ സന്തോഷം അടക്കാനായില്ല. ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന കത്ത്, അതും ഒരു മന്ത്രിയുടെ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കാററ സ്കൂളിലെ വിദ്യാർത്ഥിനി അനുഷ്കയ്ക്ക് മറുപടി നൽകിയത്. വായനാ ദിനത്തിൽ കുട്ടികൾ രാജ്യത്തെ 100 പ്രമുഖർക്ക് അയച്ച കത്തിന്റെ ഭാഗമായായിരുന്നു മന്ത്രിക്കും എഴുതിയത്. സ്കൂളിലെ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. പരിഹരിക്കാമെന്ന മറുപടി കത്തിൽ വന്നു. പ്രമുഖരായ പലർക്കും എഴുതിയ കത്തുകൾക്കുള്ള മറുപടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മറുപടികളും സ്നേഹസമ്മാനങ്ങളായി കൂടിയാണ് എത്തുന്നത്. ടാബുകളായും ഫോണുകളായും മറ്റു കാര്യങ്ങളായും. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ കത്തുകൾ പോയിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ കുട്ടികൾക്ക് വളരാനുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് അധ്യാപകർ ഇതിനെ കാണുന്നത്. ന്യൂസ് 18 അട്ടപ്പാടി. പത്തില തോരൻ മുതൽ മുളയരി പായസം വരെയുള്ള 12 കൂട്ടം കർക്കിടക വിഭവങ്ങൾ ഒരുക്കിയ വീട്ടമ്മമാരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൊട്ടാരക്കര പേരുംകുളം ശ്രീഭദ്ര തിരുവാതിര സംഘമാണ് ഒരു കർക്കിടക ഫെസ്റ്റ് തന്നെ ഒരുക്കിയത്. പഴമയുടെ രുചി വിഭവങ്ങൾ കുട്ടികൾക്കും വേറിട്ടൊരു അനുഭവമായി. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കർക്കിടക നാളുകളിൽ പഴമക്കാർ കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സംഘം വനിതകൾ ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തുകയാണ്. കർക്കിടക ഫെസ്റ്റാണ് ഇതിൻ്റെ പേര്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നതൊക്കെ. ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളിവിടെ തയ്യാറ്? ഞങ്ങൾ മുള്ളയരി പായസം, ഞവരേര കഞ്ഞി, പത്തേല തോരൻ, പുഴുക്ക്, പിന്നെ ചീനി പുഴുങ്ങിയത്, പിന്നെ അച്ചാർ. ഞങ്ങളൊരു തിരുവാതിര ടീമാണ്. തിരുവാതിര മാത്രമല്ല, കുറച്ച് വേറെ ഡാൻസും അങ്ങനെ കുറേ ടീമാണ്. അപ്പോൾ ഒരു 15 സ്റ്റേജോളം ഏകദേശം ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ഞങ്ങളുടെ വീട്ടിൽ കൂടും. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു വനിതാ കൂട്ടായ്മയുടെ ഒരു ഉണ്ണിയപ്പം കഴിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ഒരു സംരംഭം തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കർക്കിടക മാസമല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ പോലെ അതുപോലെ ഒരു കർക്കിടക ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ പറയുന്ന വിഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവർക്ക് പരിചയമല്ല. ഞങ്ങൾക്ക് പോലും പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ പഠിച്ച്. അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസം, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഒപ്പം നാട്ടുകാർക്കും അറിയാം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പുതിയൊരു സംരംഭത്തിൽ, ഈ കർക്കിടക ഫെസ്റ്റിലൂടെ പുതിയൊരു സംരംഭത്തിലേക്ക് പോകാം. അതെ, കുറെ വിഭവങ്ങളൊക്കെ നാടനാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ല. കാരണം കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ടായാലും പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ഈ കർക്കിടക കഞ്ഞി അതിന്റെ കൂട്ടൊക്കെ കൃത്യമാവണമല്ലോ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ചേരുവകൾ കൃത്യമാവാൻ വേണ്ടി അതിന് ഹെൽപ്പിന് ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ സ്വയം 2 ദിവസം കൊണ്ട് എല്ലാം അടുക്കും ചിട്ടയായിട്ട് വന്ന് ഇന്നത്തേക്ക് എല്ലാം 2 ദിവസം കൊണ്ടുണ്ടായ ഒരു പ്ലാൻ. എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചത്? എങ്ങനെയാണ്? ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങളുമായിട്ട് കൂട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരിലൂടെ എല്ലാം ഞങ്ങൾ പൊതുജനങ്ങളിലോട്ട് എത്തിച്ചു. ഇത് ഞങ്ങൾ തിരുവാതിര മാത്രമല്ല, അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ഇത് വിജയകരമായി ഇപ്പം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തുടർന്നും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 10 പ്ലാനുണ്ട്, അതിനുള്ള പ്ലാനുണ്ട്. അതിന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നു. മാക്സിമം ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റി എന്നൊരു ഒരു സന്തോഷമുണ്ട് നമുക്ക്. ഒരു ഉണ്ണിയപ്പത്തിൽ നിന്ന് വന്നേ, ആ ഉണ്ണിയപ്പം കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്വന്തം അനിത ചേച്ചിയാ. അവിടെ അനിത ചേച്ചി അതിനെ കുറിച്ച് പറഞ്ഞു, നമുക്കും തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് ഇത്രയും എത്തിയത്. നമുക്കിനി ഈ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്തൊക്കെയാണ് ഇത്? പത്തേല തോരൻ, 10 ഔഷധ സസ്യങ്ങൾ ചേർന്ന തോരൻ. ഇത് മത്തേല, ചീരയിലയുടെ പല ചീരയിലയുണ്ട്, പിന്നെ കോവലിന്റെ ഇലയുണ്ട്, തഴുതാമ, അങ്ങനെ തുടങ്ങിയ ഇലകളുടെ 10 ഇലകളുടെ തോരൻ. മുരിങ്ങയില ഒഴിച്ച് മറ്റ് ഔഷധ സസ്യങ്ങളുടെ തോരൻ. ഇത് മുളയരി പായസം, ഇത് ഞവരേര കഞ്ഞി, ഇത് പിന്നെ നമ്മുടെ പുഴുക്ക്, നാടൻ പുഴുക്ക് ഐറ്റംസ്. മുളയരി പായസവും ഔഷധക്കഞ്ഞിയും പത്തില തോരനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കെങ്കേമമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫെസ്റ്റ്. ഒരുപാട് സംരംഭങ്ങൾ ഇനി ചെയ്യാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. മലയാളത്തിന്റെ സൂപ്പർ താരം ദുൽഖർ സൽമാന് ഇന്ന് 42ാം പിറന്നാൾ. വമ്പൻ ആഘോഷങ്ങൾക്ക് ആരാധകർ പദ്ധതിയിടുമ്പോൾ ദുൽഖർ തന്റെ ആരാധകർക്ക് ഒരുക്കുന്നത് വൻ സർപ്രൈസുകളാണ്. 3 ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഈ ഗവർണറാണോ സർക്കാരാണോ മുകളിൽ? ഈ തർക്കം തുടങ്ങിയിട്ട് കാലം കുറയായി. പ്രത്യേകിച്ച്
ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് ഗവർണറായി വന്ന ശേഷം ഈ തർക്കം കുറച്ച് കൂടുതലാണ്. ഈ തർക്കത്തിൽ മനസ്സ് തുറക്കുകയാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണർ എന്ന് ശ്രീധരൻപിള്ള പറയുന്നു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ താനുമായി സർക്കാർ യാതൊരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും പിള്ള പറഞ്ഞു. ശ്രീധരൻപിള്ള ന്യൂസ് 18 കേരളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണും. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ബഹുമുഖ പ്രതിഭ, ഗവർണർ, സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, പ്രമുഖ അഭിഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം മലയാളിക്ക് സുപരിചിതനായ ഗോവ ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് നമുക്കൊപ്പം. നേരത്തെ 2 ആഴ്ച മുമ്പ് പുതിയ ഗവർണറെ ഗോവയിലേക്ക് നിയമിച്ചെങ്കിലും പുതിയ ഗവർണർ സ്ഥാനം ഏൽക്കുന്നതുവരെ അദ്ദേഹം തുടരുകയായിരുന്നു. എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇനി എന്ത്, രാഷ്ട്രീയത്തിലാണോ, അഭിഭാഷക വൃത്തിയിലാണോ, അതോ ഭരണഘടനാ പദവിയായ ഗവർണർ, ഉപരാഷ്ട്രപതി അടക്കമുള്ള പദവിയിലേക്കാണോ ശ്രീധരൻപിള്ള അടുത്ത ചുവടുമാറ്റം എന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഗോവ ഗവർണർ അനുഭവം? ഗോവയും അതിന് തൊട്ടു മുമ്പ് മിസോറാമും ഗവർണർ നിലയിലെ 6 കൊല്ലത്തെ എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായി സംതൃപ്തികരമാണ്. ഗവർണർ എന്ന ഭരണഘടന ഏറ്റവും ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ട് നിയമിക്കുന്ന ആൾ സാധാരണഗതിയിൽ സൂപ്പർവൈസറി പവറായിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത് എല്ലാവരും. പക്ഷേ മറിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ച് അവരുടെ വിഷമതകളും അവരുടെ യാതനകളും വേദനകളും അവരുടെ നേട്ടങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും എല്ലാം മനസ്സിലാക്കി അവരിൽ ഒരുവനായി ഗവർണറായി പോകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഭരണഘടനാപരമായി ഒരു ഉന്നത പദവിയാണ്. ആണെങ്കിൽ ഇനിയും ഗവർണർ സ്ഥാനത്ത് തന്നെ ശ്രീധരൻപിള്ള സാറിനെ കാണാൻ കഴിയുമോ? അത് രാഷ്ട്രീയക്കാരനായിട്ടാണോ ഈ അടുത്ത വേഷം? ഇത് രണ്ടും ആയിക്കൊള്ളണമെന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഒന്നും എൻ്റെ മനസ്സിലൂടെ ഇന്ന് വരെ മൈൻഡ് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. ബ്രീത്തിങ് ടൈം കിട്ടിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് തന്നെ ഗണപതി രാജുവിനെ ഗവർണറായിട്ട് നിയമിച്ചു. ഇന്നാണ് അധികാരം ഏറ്റെടുത്തത്. പക്ഷേ അപ്പോൾ ആ 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി എന്ത് എന്ന ഒരു ചോദ്യം. അല്ല, അതില്ല. അതിനെ സംബന്ധിച്ച് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എന്നും ഞാൻ പൂർണ്ണമായ സംതൃപ്തിയോടെ വരാൻ പോകുന്ന നാളുകളെ കാണുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനങ്ങളോ ഒരു പാർട്ടിയിൽ നിന്നോ അല്ല ഔദ്യോഗിക പദവികളിൽ നിന്നോ ചോദിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് നിൽക്കാനും ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഇഷ്ടപ്രകാരം പോയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിപരമായ താല്പര്യം ഇതിലില്ല. ജീവിതത്തിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല. ഏതാണ്ട് 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് അത്തരത്തിലൊരു അന്ന് മത്സരിച്ചത് ഞാൻ ആഗ്രഹിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ല. പ്രസ്ഥാനത്തിൻ്റെ നിർബന്ധപൂർവ്വം എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി മത്സരിച്ചു. അത് ചെങ്ങന്നൂരിൽ എൻ്റെ റിസൾട്ടും ഉണ്ടായി. 6000 വോട്ട് 2006-ലും 2011-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 9000 വോട്ട് കിട്ടിയെടുത്ത് 44,000-ലേക്ക് എത്താൻ സാധിച്ചു. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ, ബന്ധക്കോസുകാർ ഉൾപ്പെടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. NSS, SNDP എല്ലാവരും പ്രവർത്തിച്ചു. ഒരു ബഹുമുഖ പ്രതിഭയാണ്. അഭിഭാഷകനായിരുന്നു, പ്രശസ്ത അഭിഭാഷകനാണ്. പിന്നെ ഭരണഘടനാ പദവി അലങ്കരിച്ചു. സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇതിൽ ഈ 3 എണ്ണം നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ആവേശവും നൽകിയിട്ടുള്ളത്? ഇത് 3ഉം എനിക്ക് നല്ല സംതൃപ്തി കിട്ടിയതാണ്. 3ഉം എൻ്റെ നല്ല മക്കളാണ്. നല്ല മക്കളിൽ ഒരാളെ ഞാൻ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കില്ല. എല്ലാവരും തുല്യമായി കരുതുന്നു. പാർട്ടി തീരുമാനിച്ചാൽ ഇനി ഗവർണർ ആവാനോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടക്കം താങ്കളുടെ പേര് കേൾക്കുന്നുണ്ട്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ല, എൻ്റെ ആ പേരുകൾ വന്നിട്ടുള്ളതിനെ എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിട്ടുള്ളതല്ല. ഇങ്ങനെ എല്ലാം ഡൽഹിയിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ കാണുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് പാർട്ടി ഏത് തീരുമാനവും, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, നിയമസഭാ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, പാർട്ടി അധ്യക്ഷനായിക്കോട്ടെ, ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് സ്വമേധയെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിൽ വ്യക്തി താല്പര്യമില്ല. അല്ല, അതിന് അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റില്ല. എന്നാലും പാർട്ടി നേതൃത്വവുമായി ഒരു ആശയവിനിമയം സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ല, ഉണ്ടായിട്ടില്ല. പാർട്ടി ഞാൻ ഗവർണർ സ്ഥാനം കഴിഞ്ഞല്ലേ അവർക്ക് എന്നോട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്. സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ, ഇവ 3ഉം അവതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല.
അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന ഘട്ടത്തിൽ സമീപകാലത്ത് കേരളത്തിൽ വലിയ കോൺട്രവേഴ്സി ഗവർണറും സർക്കാരും ഏറ്റുമുട്ടുന്നത് കണ്ടതാണ്. അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ആ പദവി അലങ്കരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ? അല്ല, സന്ദേശം അത്തരം ഒരു സാഹചര്യം വരുമ്പം ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്. അതെ, പക്ഷേ ആ ഗവർണർ ഇതുവരെ കണ്ട ഗവർണറിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യ പ്രസ്താവനകൾ, മീഡിയയെ കാണുന്നു, ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, അങ്ങനെയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുമ്പ് കേരളം കണ്ട ഗവർണർമാരിൽ വളരെ വ്യത്യസ്തനായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഗവർണർ ആയിരിക്കുന്ന PS ശ്രീധരൻപിള്ള സാറ് ആരെയാണ് അനുകൂലിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല പണ്ഡിതനാണ്. അദ്ദേഹം നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. തൻ്റെ 35ാമത്തെ വയസ്സിൽ ശവാനുഭൂഗം കേസ് അവതരിപ്പിച്ചപ്പോൾ ഇതാ എൻ്റെ രാജ്യം എന്നും പറഞ്ഞ് എഴുതിയ ആളാണ്. അദ്ദേഹം ഒരു മൂല്യാധിഷ്ഠ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ മാത്രമല്ല, കേരളത്തിൽ EMS ചേർന്ന് കൊടുത്തിട്ടുണ്ട്. ശവാനുഭൂഗം കേസിലെ വിധി ഇത് വലിച്ചെറിഞ്ഞ് വന്നപ്പോൾ കേസല്ല പൊതുപ്രശ്നം, അതിനുവേണ്ടി അധികാരം വലിച്ചെറിയാൻ തയ്യാറായ ആളാണ് അദ്ദേഹം. അല്ല, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹത്തിന്റെ ഇടപെടലും ശരിയായിരുന്നു പൂർണ്ണമായി? അല്ല, പൂർണ്ണമായി ശരിയെന്ന് വെച്ചാൽ ഞാനതൊന്നും ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിക്കുന്നുണ്ടോ? അതിന് ഒരിക്കലും ഒരു കേരളത്തിലെ ഒരു എന്നേക്കാൾ ഞാൻ ബഹുമാനിക്കപ്പെടുന്ന എന്നേക്കാൾ കഴിവുള്ള ഒരാൾ, ഒരു മികച്ച ഗവർണർ, ആ ഗവർണറുടെ പ്രവൃത്തികളെല്ലാം വിലയിരുത്തി അന്തിമ വിധിപ്രഖ്യാപനം നടത്താൻ ഞാൻ അപ്രാപ്തനാണ്. അല്ല, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമല്ല ഞാൻ ചോദിച്ചത്. ഗവർണർ എന്ന് പറയുന്ന ആ പദവിക്ക് നിയതമായിട്ടുള്ള ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾ അദ്ദേഹം അത് തെറ്റാ. നിയതമായ ചട്ടക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനുണ്ട്. അതിനുവേണ്ടി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹം ഇൻ്റർപ്രിട്ടേഷനിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതായി എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായും മുഹമ്മദ് ഖാൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളെ വിലയിരുത്തുന്നത് ശരിയല്ല. ഞാനൊരു ഗവർണറെ വേറൊരു ഗവർണർ ഇങ്ങനെ തെറ്റുപറ്റിയില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്. തെറ്റുപറ്റുന്ന അദ്ദേഹം വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ യൂണിവേഴ്സിറ്റികളുടെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും നിരവധിയായ കോൺട്രവേഴ്സീസ് കേരളത്തിലുണ്ട്. സമീപകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഈ അടുത്തിടെയാണ് ഇതുണ്ടായത്. അതായത് BJP ഗവർണറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം തെറ്റാണ്. കാരണം വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണർ പോസ്റ്റിൻ്റെ പോലെ എക്സംഷൻ ഉള്ളതല്ല. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് ചാൻസലർ പദവി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളതിൽ ഓരോ സ്റ്റാറ്റ്യൂട്ടിലും എന്തായിരുന്നു ലംഘനമുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു ആക്ഷേപം എനിക്കിതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ വൈസ് ചാൻസലർ ആയിരുന്ന ആളുകൾ, അതായത് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ആളുകൾ അടക്കം ആ വൈസ് ചാൻസലർ പദവി കഴിഞ്ഞ ഉടൻ തന്നെ BJPയുടെ സംസ്ഥാന ഭാരവാഹി സ്ഥാനത്തേക്ക് വരികയാണ്. അതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്, രാഷ്ട്രീയമായും ധാർമ്മികമായും? അങ്ങനെ വന്ന ഒരാളെ പറ്റി എനിക്കറിയില്ലല്ലോ. KS രാധാകൃഷ്ണൻ അങ്ങനെ വന്ന ആളല്ല. KS രാധാകൃഷ്ണൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞതിന് ശേഷമാണ് PSCയുടെ ചെയർമാനാണെന്ന് എൻ്റെ ഓർമ്മ. അതും കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകനാണ്, എഴുതുന്ന ആളാണ്. ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അബ്ദുൽ സലാമിൻ്റെ ധാരണ തെറ്റാണ്. അബ്ദുൽ സലാം നല്ലൊരു അക്കാഡമിഷ്യനാണ്, നല്ല എഡ്യൂക്കേഷനിസ്റ്റാണ്. അതിനുശേഷം ഞാനുണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം BJPയിലേക്ക് വന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം BJPയുടെ അഖിലേന്ത്യാ നേതാക്കൾ ശ്രദ്ധേയനാണ്. ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ രഹിതമായ ഒരു പദവിയായിട്ടാണ് ഗവർണർ പദവിയും ഒപ്പം തന്നെ ഈ വൈസ് ചാൻസലർ പദവിയൊക്കെ ജനം കണ്ടുവന്നിട്ടുള്ളത്. അത് തെറ്റ്. ഞാൻ കണ്ടുവന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. അതിൽ ജനങ്ങളെല്ലാം അവരെ മോശക്കാരായി കാണുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവസാനമായിട്ട് ഈ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു ഒരു വലിയ ഒരു മുഖച്ഛായ മാറ്റമാണ് ഉണ്ടായത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ അധിപൻ, വലിയ പ്രായോഗിക രാഷ്ട്രീയ പരിജ്ഞാനമില്ലാത്ത വ്യക്തി വളരെ പെട്ടെന്ന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്. താങ്കളടക്കം ആ പദവി അലങ്കരിച്ചിട്ടുണ്ട്. അത് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത്? അല്പം മാറി നിന്ന് നോക്കുമ്പോൾ പോലും എന്തുകൊണ്ടും അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് കേരളത്തിലെ രണ്ട് മുന്നണികളായി ധ്രുവീകരിച്ച കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു ഉന്നത സ്ഥാനം നേടിക്കൊടുക്കും. അദ്ദേഹം അതിന് കഴിവുള്ളയാളാണ്. അത് ഏറ്റെടുത്ത മേഖലകളെല്ലാം വിജയിച്ച ചരിത്രമുള്ളയാളാണ്. പിന്നെ വ്യക്തിനിഷ്ഠമായ അജണ്ട അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്നത്
ഗുണപരമായ മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ ഇനിയുള്ള പ്രവർത്തനം ഈ BJP സംസ്ഥാന തലത്തിൽ BJP ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സെപ്പോഴും BJP കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഞാനതിൽ ഇൻവോൾവ് ആകണോ വേണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അത് പല സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്താണ് ഈ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അഭൂതപൂർവമായ വളർച്ച BJPക്ക് ഉണ്ടാകുമ്പോഴും കേരളത്തിൽ ആ തരത്തിൽ ഉയരാൻ കഴിയാത്തതിന്റെ വിഘാതം എന്താണ്? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആരും പഠിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. BJPയിലുള്ളവർ പോലും അത് വേണ്ടത്ര പഠിച്ചതെന്ന് എനിക്കറിയില്ല. 2004 തെരഞ്ഞെടുപ്പ് 2003 ഞാൻ സംസ്ഥാന അധ്യക്ഷനായത് എങ്ങനെയാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈക്കോടതിയിലെ പോസ്റ്റ് അത് രാജിവെച്ച് സീനിയർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലും CBI കൗൺസിലും ഒക്കെ രാജിവെച്ച് ഞാൻ പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞ് ഏറ്റെടുത്തു. 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യം 13 സീറ്റല്ല 13% വോട്ട് കിട്ടി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു. അതിനുശേഷം ഞാൻ പറയാം, ഈ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും മലയാളികളുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഞാനാണ് സ്ഥാപകൻ. ലക്ഷദ്വീപിൽ ഒരൊറ്റ ഹിന്ദു വോട്ടറും ഇല്ല. അവിടെ BJP ജയിച്ചു. ഇത് രണ്ടും ഞാൻ കേരള പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ്, ഞാൻ ലക്ഷദ്വീപിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അസാധ്യമെന്നൊരു വാക്കില്ല. ഒരൊറ്റ ഹിന്ദു വോട്ടറും ഇല്ലാത്ത ലക്ഷദ്വീപിൽ ഇന്ത്യ ജയിച്ചില്ലേ? കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി അമിത്ഷാ പറഞ്ഞ് 2026 BJP അധികാരത്തിലെത്തുമെന്ന അങ്ങനെ ശുഭപ്രതീക്ഷ അല്ല, തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തികഞ്ഞ ശുഭപ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പഠിക്കുന്നത്. അല്ല, ഞാൻ അദ്ദേഹം പറയുന്നത് എന്തിനോട് ഞാൻ യോജിക്കുന്നു. ഗവർണർ ആയിരുന്നാലും അഭിഭാഷകനായിരുന്നാലും ശ്രീധരൻപിള്ള എന്നും വളരെ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ഇനി ഗവർണർ പദവിയിലേക്കാണോ ഭരണഘടനാ പദവികളിലേക്കാണോ അതോ രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണോ എന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വവുമായി സംസാരിച്ച് ഏതായാലും അടുത്ത പദവി എന്താണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഏതായാലും വരും ദിവസം അറിയാൻ കഴിയും അദ്ദേഹം ഇനി അടുത്ത പദവി ഏതാണ് അലങ്കരിക്കാൻ പോകുന്നത് എന്ന്. ഇത്രയും നേരം സംസാരിച്ച ശ്രീധരൻപിള്ളയ്ക്ക് വരാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് ധർമ്മസ്ഥലയിൽ നിന്നാണ്. ധർമ്മസ്ഥലയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, നിർണായകമാണ്. കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായതോടെ SIT ഇനി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെയും ശുചീകരണ എന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, 15 മണിക്കൂറോളമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇന്നലെ SP-യുടെ നേതൃത്വത്തിൽ എടുത്തത്. ഇനി അറിയേണ്ടത് ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ട തെളിവുകൾ, അതാണ് ഏറ്റവും നിർണായകം. KV ബൈജു ചേർന്നു. ബൈജു, ഈ തെളിവുകളെല്ലാം ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നതാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മാധ്യമങ്ങളോട് പറയുമ്പോഴായാലും കോടതിയിൽ പറയുമ്പോഴായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിലായാലും ആ തെളിവുകൾ കണ്ടെടുക്കലാണ് പ്രധാനം. അതിനെന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, അതിനു മുമ്പ് ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ SIT ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ധർമ്മസ്ഥലയിൽ ചേരുന്നു എന്നാണ്. അതായത് ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. സുപ്രധാന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. തുടർ നീക്കങ്ങൾ വളരെ രഹസ്യമായാണ് ഇപ്പോൾ SIT കൊണ്ടുപോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ശുചീകരണ തൊഴിലാളിയെ 10 മണിയോടുകൂടി ഇവിടെ എത്തിച്ച് ഈ സ്ഥലങ്ങൾ ഇന്ന് കണ്ടെത്തുക, അതായിരിക്കും ഒരു പക്ഷേ ഈ ഇന്നത്തെ ഒരു പരിപാടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി ആ സ്ഥലം കണ്ടെത്തിയാൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ച് പിന്നീട് RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും മറ്റു പരിശോധനകളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ യോഗം അവസാനിച്ചാൽ ഒരു പക്ഷേ ധർമ്മസ്ഥലയിലെ ആ മണ്ണിൽ ഒരുപാട് രഹസ്യങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട ആ മണ്ണിലേക്ക് സംഘം പുറപ്പെടും. ശുചീകരണ തൊഴിലാളിയെയും ഇവിടെ എത്തിക്കും. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിയോടുകൂടി ഇതിലൊരു നടപടി ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം 1 മാസത്തിലധികമായി ഈ പരാതി നൽകിയിട്ട്, ഇത്തരത്തിലുള്ള ഗൗരവമായ പരാതി നൽകിയിട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പക്ഷേ ഇത് പോലീസിന്റെ ഭാഗത്ത് ഒരു അന്വേഷണവും ഇതിലുണ്ടായില്ല. പക്ഷേ SIT ചുമതലയേറ്റതിനു ശേഷം ഇയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. 15 മണിക്കൂറിലേറെ മൊഴി രേഖപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട പല വെളിപ്പെടുത്തലുകളും SITക്ക് മുന്നിൽ ഇയാൾ നൽകിയിട്ടുണ്ട്. അതായത്
തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചവർ, ആ സൂപ്പർവൈസർമാർ ആരൊക്കെയാണ്, അതെല്ലാം കൃത്യമായി ഇവർക്ക് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യാൻ ഇന്ന് വിളിപ്പിച്ചേക്കുമെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് SIT ഇപ്പോൾ നടത്തുമെന്ന് പറയേണ്ടി വരും. യോഗം അവസാനിച്ചാൽ ഈ സ്ഥലത്തേക്ക്, ഈ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നമ്മൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളൊക്കെ കാട്ടിയിരുന്നു, ആ സ്ഥലത്തേക്ക് പോകും. അവിടെ കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കാനാണ് ഇപ്പോൾ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് സംബന്ധിച്ച് തെരച്ചിൽ ഉണ്ടാകില്ല, പരിശോധന ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ പോലീസിന്റെ സുരക്ഷ ഏതെങ്കിലും തരത്തിൽ ഏർപ്പെടുത്തി അത്തരത്തിൽ സീൽ ചെയ്ത് വെക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്, വനം വകുപ്പിന്റെ അനുമതി വേണം. ഒപ്പം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ RDOന്റെ സാന്നിധ്യം വേണം. നേരത്തെ തന്നെ RDOന് ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് കത്ത് നൽകിയെന്നാണ് നമുക്ക് അറിയുന്നത്. ഏതായാലും ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി സംബന്ധിച്ച് DGPയുമായി ആശയവിനിമയം നടത്തി ഈ IPSമാരടങ്ങുന്ന ഈ സംഘം തുടർ തീരുമാനങ്ങൾ അതീവ രഹസ്യമായി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസിനെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലയിലും ബെൽത്തങ്ങാടിയിലും ഉജിരയിലുമൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആളുകൾ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ 200 മീറ്ററിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടക്കുന്നത്. 10 മണിയോടുകൂടി ഈ സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബൈജു, ഈ ശുചീകരണ തൊഴിലാളി ഇന്നലെ മൊഴി നൽകി, ഇദ്ദേഹം എവിടെയാണുള്ളത്? ഈ ഇദ്ദേഹത്തെയും കൊണ്ടൊരു തെളിവെടുപ്പ്, അതൊക്കെ ഇനി ഒരു അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അല്ലേ? മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളും നമുക്ക് അറിയാവുന്നത്, ഏതൊക്കെ തരത്തിൽ ഇതിനെ ഭയക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇടപെടുന്നതാണ്. അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യതയൊക്കെ ഇനി എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊരു വലിയ വാർത്തയാക്കി മാറ്റിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഈ അന്വേഷണ സംഘത്തിന് കൂടി ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അഭിഭാഷകർക്കൊപ്പം പോകുന്ന സാഹചര്യമാണ്. ഇയാൾ ഈ കേസിലെ സാക്ഷിയാണ്. ഈ ശുചീകരണ തൊഴിലാളി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. 10 മണിയോടുകൂടി അഭിഭാഷകർക്കൊപ്പം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇയാൾ സാക്ഷി മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അതൊരു പക്ഷേ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് മാപ്പ് സാക്ഷി ആക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമായിരിക്കും. നിലവിൽ ഇയാൾ സാക്ഷിയാണ്, പോലീസിന്റെ കസ്റ്റഡിയിലല്ല ഉള്ളത്. ഇപ്പോൾ അഭിഭാഷകർക്കൊപ്പമാണ് ഉള്ളത്. ഇയാളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് നേരത്തെ വെളിപ്പെടുത്തിയനുസരിച്ച് മംഗളൂരിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ മൊഴിയെടുക്കലൊക്കെ നടന്നത്. ഏതായാലും ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മണിയോടുകൂടി ഈ സംഭവ സ്ഥലത്ത് എത്താനാണ് പോലീസ് നിർദ്ദേശിച്ചതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശുചീകരണ തൊഴിലാളിയും ഒപ്പം അഭിഭാഷകൻ അവിടെ എത്തും. അതിനുശേഷം ഈ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണോ കുഴിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായി ഇയാൾ കാട്ടിക്കൊടുക്കും. ആ സ്ഥലം മാർക്ക് ചെയ്യും. അതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ നടപടിക്രമം. അതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ ആ സ്ഥലങ്ങൾ പരിശോധിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതിന് ഇപ്പോൾ ചേരുന്ന യോഗം, ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊക്കെ ധാരണയുണ്ടാകും. ഈ DGP നേരിട്ട് മേൽനോട്ടത്തിലുള്ള ഒരു കേസ് കൂടിയാണിത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ DGPയുമായി ഇവർ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായി ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി സഹകരിക്കാൻ തയ്യാറായില്ല. കാരണം തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഈ സ്ഥലം ഇത്തരത്തിൽ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയത്. നിരന്തരം പോലീസ് ഇയാളോട് ചോദിച്ചിരുന്നത് ഇവ എവിടെയാണ് കുഴിച്ചിട്ട് എന്ന് പറയണമെന്നായിരുന്നു. പക്ഷേ അത് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പോലീസ് സംഘത്തോട് ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു. തികച്ചും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഇപ്പോഴത്തെ അന്വേഷണം വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇവർ പോകുന്നതെന്ന് വേണം ഇന്ന് മനസ്സിലാക്കാൻ. ആക്ഷൻ കമ്മിറ്റി കൃത്യമായി ഈ ഒരു DGPയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ വേണമെന്ന് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതേ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണവുമായി പൂർണ്ണമായും ഈ സാക്ഷി സഹകരിക്കുന്നു. ഒപ്പം സാക്ഷിയുടെ അഭിഭാഷകരും സഹകരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് നാടകീയ സംഭവങ്ങൾ. ധർമ്മസ്ഥല പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് എത്താൻ പറയുകയും ശുചീകരണ തൊഴിലാളി അവിടെ എത്തിയപ്പോൾ പോലീസ് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് അവർ കാറിൽ മടങ്ങുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ മാറി SITയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ശ്രീജ, ഈ ഇപ്പോഴത്തെ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പരിപൂർണ തൃപ്തരാണോ? ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു അട്ടിമറി ഉണ്ടാകും എന്നവർ ഭയപ്പെടുന്നുണ്ടോ?
നിലവിൽ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണ തൃപ്തരാണ്. ഞാൻ അല്പസമയം മുമ്പ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി SITയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. നിലവിൽ അവർ തൃപ്തരാണ്. ഈ രീതിയിലുള്ള, അതായത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ പരിശോധിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ നേരത്തെയും ഉന്നയിച്ചിരുന്നത്. പക്ഷെ അതിനൊന്നും കഴിഞ്ഞ പോലീസ് സംവിധാനങ്ങൾ, അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. ഏതായാലും SIT ഈ ചുമതല ഏറ്റെടുത്തോടുകൂടി കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. 15 മണിക്കൂർ നീണ്ടുന്ന ആ മൊഴിയെടുപ്പ് വളരെ നിർണായകമായിരുന്നു. മൊഴിയെടുക്കലിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ തനിക്ക് എത്തിച്ച ആളുകൾ ഏത് വാഹനത്തിൽ കൊണ്ടുവന്ന് തന്നെ ഏൽപ്പിച്ചു, പിന്നീട് തന്നെ ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ കുഴിച്ചുമൂടാൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ നൽകിയ രഹസ്യ മൊഴിക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ SITക്ക് മുന്നിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയെന്ന് വേണം പറയാൻ. ഏതായാലും അത് ഈ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. അത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസുമായി ഇവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല, ധർമ്മസ്ഥല പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ കേസെടുക്കുക മാത്രമാണ് ചെയ്തത്. തുടരന്വേഷണം ഒന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണ തൃപ്തരാണ്. നിലവിലെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അട്ടിമറി സാധ്യത ഏറെയുണ്ട്. ഏത് സമയത്തും ഇതിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകും. അത് ആക്ഷൻ കമ്മിറ്റി മനസ്സിൽ കാണുന്നുണ്ട്. കാരണം ഇതിൽ എതിർകക്ഷികളായുള്ളവർ വളരെ ഉന്നതരായ സ്ഥാനം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഓരോ നീക്കങ്ങളും, SITയുടെ ഓരോ നീക്കങ്ങളും ഇവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അവർ അഭിഭാഷക സംഘം തന്നെ ഇവർക്കൊപ്പം, ആക്ഷൻ കമ്മിറ്റിക്കൊപ്പമുണ്ട്. നിലവിൽ ഈ SITയുടെ അന്വേഷണം അവർ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം എതിർകക്ഷിയായ ആളുകളും ഇവരെ ഈ SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകത. KV ബൈജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രത്യേക യോഗം ചേരുകയാണ്. ഈ യോഗത്തിന് ശേഷം അവർ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് ഉൾപ്പെടെ എത്തി ഈ സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്യും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി 9 മണി വാർത്തയുടെ സമയമാണ്. 9 മണി വാർത്തയുമായി ഭവ്യ പാർവതി.